Hi guys, welcome back to my YouTube channel. So let's start. First of all, എല്ലാവർക്കും ഹാപ്പി ഓണം. ഓണമൊക്കെ എങ്ങനെ പോകണം, അടിപൊളിയായിട്ട് പോകുന്നു വിചാരിക്കുന്നു. നമുക്ക് തുടങ്ങാം. ഓക്കെ, ഞാൻ ഫേസ് നല്ല വാഷ് ചെയ്തിട്ടുണ്ട്, രാവിലെ ഫുഡൊക്കെ കഴിച്ച് സെറ്റായി. ഇനി നന്നായിട്ടൊന്ന് ഒരുങ്ങണമെന്ന് എനിക്കുണ്ട്, വിത്ത് ഓർണമെൻറ്റ്സ് ഉണ്ടാവും. ആദ്യം ഞാൻ ഫേസിൽ നയസിനമൈഡ് സിറാണ് യൂസ് ചെയ്യുന്നത്. ഫോക്സ് ടെയിലിൻ്റെ ഒരു സിറാണ്. സോ ദിസ് ഈസ് ദ സിറം, ഫോക്സ് ടെയിലിൻ്റെ ഒരു സിറാണ്. സോ നയസിനമൈഡ് സിറാണ് ഇത്, സ്മിത്തെന്ന് വാങ്ങിച്ചതാണ്. ഇവിടെ സൗണ്ട് ഉണ്ടാവും ഗൈസ്, ആദ്യം തന്നെ സോറി ചോദിക്കുകയാണ്, കാരണം ഇവിടെ നല്ല ബഹളമുണ്ട്, എല്ലാവരും ഉള്ളതുകൊണ്ട്. ആൻഡ് മോയ്സ്ചറൈസർ ഒക്കെ അടുത്തതായിട്ട് മോയ്സ്ചറൈസറാണ്. അതുപോലെ സൗണ്ട് ഉണ്ടാവും, ഭയങ്കര സൗണ്ട് ഉണ്ടാവും, സോറി. ഇവിടെ എല്ലാവരും ഉണ്ട്. ആൻഡ് ഇത് ഋതുത്തിൻ്റെ ഒരു മോയ്സ്ചറൈസർ കഴിയാനായി. ഇപ്പോൾ ഞാൻ ഇതന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നമ്മൾ അപ്വേർഡായിട്ട് ചെല്ലുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. എനിക്കൊക്കെ നല്ല ഡബിൾ ചിൻ ഉണ്ട്, അപ്പം ചിലപ്പോൾ പോണ ധൃതിക്ക് നമ്മൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആക്കും. ബെറ്റർ ടു ഡു അപ്വേർഡ്സ്. സൺസ്ക്രീൻ, ഇതിൻ്റെ കോല അത്ര ഭംഗിയില്ല, ഇതിലെന്തൊക്കെ ആയിട്ടുണ്ട്. ഫോക്സ് ടെയിലിൻ്റെ സൺസ്ക്രീൻ തന്നെയാണ്. സോ സൺസ്ക്രീൻ കുറച്ചധികം ഇടാം, ഇവിടെ നല്ല വെയിലുണ്ട്. സോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അമ്മേൻ്റെ വീട്ടിൽ പോകും, അപ്പോഴത്തേക്ക് വെയിൽ കൊള്ളേണ്ടി വരും. അതിടാം, കുറച്ചധികം ഇടുന്നുണ്ട് കയ്യിലും. കോളം ഞാൻ എടുത്ത് പോകണമെന്നുണ്ട്. സോ യാ, ഇട്ടു. ഇനി ഞാൻ മെയിനായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഡാർക്ക് സർക്കിൾസ് ഹൈഡ് ചെയ്യും, കൺസീലർ യൂസ് ചെയ്യും. ഫൗണ്ടേഷൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല, എൻ്റെ അടുത്ത് ഇല്ല ഫൗണ്ടേഷൻ. മെയിനായിട്ട് ഇവിടെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഞാനിടും. ആൻഡ് ബ്ലഷ് ഇടും, കണ്ണിടും, ലിപ്സ്റ്റിക് ഇടും, അത്രേ ഉള്ളൂ. സോ ഫൗണ്ടേഷൻ ഉണ്ടോ നോക്കിയിട്ട് വരാം. ഗൈസ്, ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. ഇപ്പോൾ ഞാൻ കൺസീലറും ഫൗണ്ടേഷനും എൻ്റെ ഫേസിലിട്ടിട്ടുണ്ട്. സ്വിസ് ബ്യൂട്ടീൻ്റെ വാം സാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. ആൻഡ് ലാക്മേ അബ്സല്യൂട്ടിൻ്റെ ഒരു ഫൗണ്ടേഷനാണ്. സോറി ഗൈസ്, ഞാൻ ഫിംഗർ കൊണ്ടാണ് കേട്ടോ ഞാൻ ഡാബ് ചെയ്യാറുള്ളത് എപ്പോഴും. ഞാൻ സ്പോഞ്ച് യൂസ് ചെയ്തിരുന്ന ടൈമിൽ അത് ഭയങ്കരമായിട്ട് പ്രൊഡക്റ്റിന് അതിൽ തന്നെ പ്രൊഡക്റ്റ് നിൽക്കുന്നു. വെറുതെ കുറേ പ്രൊഡക്റ്റ് അതിൽ കളയണ്ട എന്ന് വിചാരിച്ച് ഞാൻ ഫിംഗർ തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. ഡാബ് ചെയ്ത് കൊടുക്കും. നെക്ക് ഞാൻ ചുമ്മാ ഒരു ഷോക്ക് മാത്രമേ ചെയ്യാറുള്ളൂ. കളർ ഡിഫറൻസ് ഇല്ല, ഏകദേശം എൻ്റെ അതേ സ്കിൻ ടോണിൻ്റെ അതേ ഷെയ്ഡാണ്. ജസ്റ്റ് ഒന്ന് മേക്കപ്പ് ചെയ്ത പോലെ തോന്നും, അത്രേ ഉള്ളൂ. കളർ ഡിഫറൻസ് അങ്ങനെ വരാറില്ല. എനിക്ക് എന്നെക്കാളും കുറച്ച് ബ്രൈറ്റർ ഷെയ്ഡ് യൂസ് ചെയ്യുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല. അണ്ടർ ഐ ആണെങ്കിലും ഫേസ് ആണെങ്കിലും ഞാൻ എൻ്റെ അതേ ഷെയ്ഡ് തന്നെയാണ് മാക്സിമം യൂസ് ചെയ്യാൻ നോക്കാറുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഫോട്ടോസൊക്കെ എടുക്കുന്ന ടൈമിൽ നമ്മുടെ ഷെയ്ഡിനേക്കാളും ഒരു ഷെയ്ഡ് ബ്രൈറ്റർ ആണെങ്കിൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും. അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്തത് അത്ര അറിയില്ല, മറ്റൊന്ന് മേക്കപ്പ് ചെയ്ത് കുറച്ച് നമ്മുടെ ഫേസ് കുറച്ചുകൂടെ നന്നായിട്ട് നിൽക്കും. ആൻഡ് നൗ ബ്ലഷ് പൗഡർ ഇട്ടോ. ഞാൻ സെറ്റിംഗ് പൗഡർ ഒന്നും ഇടാറില്ല, സാധാരണ നമ്മുടെ ടാൽക്കം പൗഡർ തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. ഒന്നാമത് ഞാൻ മേക്കപ്പ് ചെയ്യുന്നത് മീൻസ് വലിയ പ്രോഗ്രാമിനും കാര്യങ്ങൾക്കൊന്നും അല്ലാത്തതുകൊണ്ട് വീട്ടിൽ തന്നെ ആയിരിക്കുമല്ലോ, വീട് അല്ലെങ്കിൽ കോളേജ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഒരുപാട് സെറ്റിംഗ് പൗഡറൊന്നും ഇടേണ്ട ആവശ്യം വരാറില്ല, കുറച്ച് നേരത്തേക്കുള്ള മേക്കപ്പ് ആയിരിക്കില്ലേ. സോ സെറ്റിംഗ് പൗഡറൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. പിന്നെ ഓണത്തിന് ഇത് കോൺവൊക്കേഷന് മാത്രമേ സെറ്റിംഗ് സ്പ്രേ ഉപയോഗിച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തിരുന്നു, അത്രേ ഉള്ളൂ. ടാൽക്കം പൗഡർ തന്നെ ഇടും. കണ്ണ് എഴുതിയിട്ട് വരാം ഗൈസ്, ഇതിലെനിക്ക് കണ്ണ് എഴുതാൻ പറ്റില്ല. കണ്ണ് എഴുതാൻ ഞാൻ മേക്കപ്പ് റെവല്യൂഷൻ്റെ ഒരു ഐലൈനർ സ്റ്റിക്കാണ്, അതുപയോഗിച്ച് ഞാൻ കണ്ണ് എഴുതിയിട്ട് വരാം. മസ്കാര, കണ്ണെഴുതൽ, ഇങ്ങനത്തെ കുറച്ച് കലാപരിപാടികൾ കൂടി. ലിപ്സ്റ്റിക്ക് ഞാൻ ഇവിടെ വന്നിട്ടിടാം. കണ്ണ് എഴുതി നമുക്ക് ഇനി മസ്കാര ഇടാം. ഇവിടെ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കും. കണ്ണെഴുതിയത് എത്രത്തോളം ശരിയായി എന്ന് എനിക്കറിയില്ല, നല്ല കുളമായിട്ടുണ്ട്, കുഴപ്പമില്ല, ഞാൻ റെഡിയാക്കും. ഇവിടെ ഞാൻ തുടക്കും. ലിപ്സ്റ്റിക്
ഞാൻ മാസിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. അതിന് മുമ്പ് ഒന്ന് ലൈൻ ചെയ്യണം. കഴിയാനായി. ഡാസ്ലറിൻ്റെ ഒരു ഇതാണ്. ലൈൻ ചെയ്യാം. സോ ഇപ്പോൾ ലൈൻ ചെയ്തിട്ടുണ്ട്. മാസിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഞാൻ എപ്പോഴും 2-3 ഷെയ്ഡ് മിക്സ് ചെയ്തിട്ട് കേട്ടോ. ഇതൊരു സട്ടിൽ ലുക്ക് കിട്ടിയില്ലേ. ഇനി നമ്മളിതിൻ്റെ മുകളിൽ ബ്രൈറ്റർ ഷെയ്ഡ്, ഡാസ്ലറിൻ്റെ ഷെയ്ഡ് എനിക്കറിയില്ല. ഏതൊരു ഷെയ്ഡാണ് ഗൈസ്. ഇതെൻ്റെ അല്ല, ഇവിടെ ഉണ്ടായിരുന്നാണ്. സോ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ ഫുൾ ജ്വല്ലറി ഓർണമെൻറ്റ്സ് മുടിയൊക്കെ ചെയ്തിട്ട് കംപ്ലീറ്റ് ലുക്ക് കാണിച്ചു തരാം. ഗൈസ്, ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ബാക്ക് എത്രത്തോളം ഭംഗിയായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. രസമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹാപ്പി ഓണം ടു എവ്രി വൺ. ഈ ഓണം എല്ലാവരും അടിച്ചു പൊളിക്കുക. ആൻഡ് ദാറ്റ്സ് ഓൾ. ഐ എം എൻഡിങ് ദിസ് വ്ളോഗ്. ബൈ.